വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കൂന്തൽ വെച്ച് ഒരു ബിരിയാണി തയ്യാറാക്കാം, അതായത് നമ്മുടെ സ്ക്വിഡ് വെച്ച്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഏകദേശം ഒരു 3/4 കിലോയോളം സ്ക്വിഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് ഒരു സ്റ്റെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ആദ്യം തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കഴിയുന്നതും ഒരു സ്പൂൺ വെച്ച് മാരിനേറ്റ് ചെയ്യാൻ നോക്കുക, പക്ഷേ കൈവച്ച് തന്നെ മാരിനേറ്റ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നേരത്തെങ്കിലും നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പിൽ ഒരു ഫ്രൈങ് പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ കൂന്തൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഷാളോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും. കാരണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ഇത് ദം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അതിനകത്ത് കിടന്ന് തന്നെ നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് അതർ സൈഡിലൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ രീതിയിൽ എടുത്താൽ മതി. അധികം അങ്ങ് ഫ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റേ സൈഡിലൂടെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 പുറവും നന്നായിട്ട് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് 2 സൈഡും മുരിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ കൂന്തലും ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് മസാലയ്ക്കുള്ളതോട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ചെറിയ സവാളയില്ലേ, അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു ചെറിയ അല്ലി ഇഞ്ചിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അത് വലിയൊരു പേസ്റ്റായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഞാനൊരു 3 തൊട്ട് 4 എണ്ണം വരെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം പച്ചമുളക്. അതും ഇതുപോലെ ചതച്ചെടുത്തേക്കുവാണ്. ഇപ്പോൾ ഞാനിവിടെ പേസ്റ്റായിട്ടല്ല ചെയ്തേക്കുന്നത്, എല്ലാം ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ തക്കാളിപ്പഴം. ഇത് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതൊരു സോഫ്റ്റ് ആകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയായിരിക്കും. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി സോഫ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർക്കണം. ഇതുപോലെ 1 പിടി പുതിനയിലയും അതുപോലെ തന്നെ 1 പിടി മല്ലിയിലയും നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതും ഈ മസാലയ്ക്കകത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് മസാല, അത് ഗരം മസാലയാണ്. ഇത് ഞാൻ 1 ടീസ്പൂണാണ് ആഡ് ചെയ്തേക്കുന്നത്. അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ഇതിനകത്തേക്ക് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയും വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ തന്നെ മുളക് പൊടി, അതും 1 ടീസ്പൂണാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണോളം വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വാട്ടർ ആഡ് ചെയ്യേണ്ട, ഒരു 1.5 ടീസ്പൂണോളം വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
കാരണം നമ്മൾ ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്യുന്നത്, അത് ഈ മസാലക്കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂന്തലിൻ്റെ ഫ്രൈ ഇല്ലേ, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു സ്റ്റീം കയറ്റി എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് അത് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് തീ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1-1.5 ടീസ്പൂണോളം നെയ്യ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നെയ്യ് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്ന സ്പൈസസ് കുറച്ച് ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, ഏലക്ക, പെരുംജീരകം, കറുവാപ്പട്ട, ബേ ലീവ്സ്, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കോലം. ഇത്രയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് മൂപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സ്പൈസസൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1.5 കപ്പ് അരിയാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന പോലാണ്. അപ്പം 1.5 കപ്പ് അരിക്ക് ഏകദേശം 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഈ വെള്ളം അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് നേരയോളം നന്നായിട്ട് കുതിർത്ത് വെച്ചിരുന്നു. ആ കുതിർത്ത് വെച്ച അരിയാണിത്. ഇനി നമുക്ക് ഈ അരി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി നമുക്ക് അടച്ചു വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിന് തന്നെ ആവശ്യമില്ല, അതിനും പെട്ടെന്ന് അരി നന്നായിട്ട് വേവും. കണ്ടില്ലേ? ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ അരി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെ അരി വന്നിട്ടുണ്ട്. ഇതാണ് അരിയുടെ ഒരു പരുവെന്ന് പറയുന്നത്. അതായത് ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ആ മസാല നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. കാരണം ചൂടോടെ തൈര് ആഡ് ചെയ്തെന്നാണ് പറയുന്നത്. കാരണം അത് ഹെൽത്തിന് വളരെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ തണുത്തതിന് ശേഷം മാത്രം തൈര് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ദം ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ചേർക്കാൻ വേണ്ടി, ഗാർണിഷ് ചെയ്ത് ചേർക്കാൻ വേണ്ടി കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ സവാളയില്ല അതുകൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പില്ല, അതുകൊണ്ട് ഞാൻ കിസ്മിസും സവാളയും മാത്രമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ദം ചെയ്യാൻ വേണ്ടി നമുക്കൊരു പഴയ പാത്രം, ഇതുപോലത്തെ ഒരു ദോശക്കല്ലൊക്കെ, ഇതെൻ്റെ ഒരു പഴയ ദോശക്കല്ലാണ്. അത് ഞാൻ ദം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിന് മുകളിലേക്ക് ദം ചെയ്യാനുള്ള പാത്രം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ അരി വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരി ഞാൻ ഓൾറെഡി മാറ്റിയായിരുന്നു വേറൊരു പാത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഈ പാത്രം ചൂടായി വരുമ്പം അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയില്ലേ, മസാലയുടെ കൂട്ട് കുറച്ചൊരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അരി ഇട്ടതിന് ശേഷം അടുത്ത ലെയർ മസാല, അതിന് മുകളിലേക്ക് അരിയല്ല ചോറ് ആഡ് ചെയ്ത് നമുക്ക് അങ്ങനെ ദം ചെയ്ത് എടുക്കാം.
ഇപ്പം നമ്മുടെ ലെയറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന, അതായത് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തില്ലേ, അതും കുറച്ചൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് അടച്ച് ഒരു കവർ വെച്ച് ഇത് നല്ലതുപോലെ, അതായത് ഈ അകത്തു നിന്ന് വരുന്ന ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായി അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ദം ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ദം ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം. അങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ ദം ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ടിത് വെന്തിട്ടുമുണ്ട്. കാണാൻ നല്ലൊരു ഫ്ലേവറും എത്തുന്നുണ്ട്. നെയ്യുടെയൊക്കെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇത് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സ്ക്വിഡ് അല്ലെങ്കിൽ കൂന്തൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കിസ്മിസും വറുത്ത് വെച്ചിരുന്ന സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.